വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫേസിൽ ലെജൻഡ് സ്ക്വാഡ് വെച്ച് ഫുൾ ലെജൻഡ് സ്ക്വാഡ് വെച്ച് ഡിവിഷൻ 1 അടിക്കാൻ പറ്റൂല എന്ന് നോക്കാൻ പോണത്. ഇതാണ് നമ്മുടെ ടീം. ഞാൻ ചിലപ്പോൾ 4-2 ആക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടീം. കുറേ പ്ലേയേഴ്സ് ഉണ്ട്, കൊള്ളറും ബെക്കാം അവരൊക്കെ ഉണ്ട്, ക്രൈഫ് ഉണ്ട്, മെസ്സി ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അതൊക്കെ പതി നമുക്ക് ഇറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ 11 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്വാഡ് വെച്ച് ഡിവിഷൻ 1 അടിക്കാൻ പറ്റൂല്ലോ എന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോ എന്നെ കൊണ്ട് പറ്റൂല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഒരു ചറപുറ വീഡിയോ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ഞാൻ ഏകദേശം 2 മാച്ച് കളിച്ചിട്ട് വീഡിയോ ഇറക്കാം. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ 2 അടിച്ചതിൻ്റെ അടുത്ത വീഡിയോ ഇറക്കാം, അല്ലെങ്കിൽ ഭയങ്കര അലമ്പായി പോകും. ഇപ്പോൾ എന്തായാലും ഡിവിഷൻ 3 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഡിവിഷൻ 1 അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലോസ് എന്തായാലും വരും. ഈ സ്കോഡും വെച്ച് എന്തായാലും ഭയങ്കര ലോസ് ആവും. ഇപ്പം എന്തായാലും മാക്സിമം ലോസ് കുറച്ച് ഡിവിഷൻ 1 അടിക്കുന്ന ആഗ്രഹമുണ്ട്. അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഡിവിഷൻ 2 തന്നെ കയറുമെന്ന് അറിയില്ല. അപ്പോൾ തന്നെ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ കമൻറ്റ് ഡിവിഷൻ 1 അടിക്കാൻ പറ്റൂല്ലോ നോക്കേ. ഇപ്പോൾ നമ്മൾ ഒപ്പോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡിവിഷൻ 2 ബാച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒപ്പോണാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ സ്കോഡ് ഇതായതുകൊണ്ട് ചിലപ്പോൾ ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കോൺഫിഡൻസ് ഇല്ല സത്യം പറഞ്ഞാൽ. ബാക്ക് ഫ്രണ്ട് ഓക്കെയാണ്. ഗുള്ളിറ്റിൻ്റെ റൂമിയുണ്ട്, ഇവിടെ ക്രൈഫ് ഉണ്ട്, റൊണാൾഡോ ഉണ്ട്. പക്ഷെ ബാക്ക് ക്യാമ്പലാണ് നിൽക്കുന്നത്. പിന്നെ റൈക്കാർഡ് ഉണ്ട്, മാൽദീനൊക്കെ ഉണ്ട്, ആൽബർട്ട് ഫെറാറാണ്. എനിക്ക് ബാക്കാണ് ഷോക്കായിട്ട് തോന്നുന്നത്. വേറൊരു സീനുമില്ല. മിഡും പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. വിയേര ഉണ്ട്, ഗിൽബർട്ടോ സിൽവ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, വിയേരയ്ക്ക് കൊടുക്കണം. പിന്നെ നമ്മുടെ ഗിൽബർട്ടോ സിൽവയ്ക്ക് ഡീപ്പേയും കൊടുത്താലോ എന്നുണ്ട്. ഗിൽബർട്ടോ സിൽവ കുറച്ച് ബാക്കറിയും കളിച്ചു, ഒരു ആങ്കറിയും കൊടുത്താലും സീനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് മാച്ച് കളിച്ച് നോക്കാം. ജയിക്കണം എന്നാണ് ആഗ്രഹം. ജയിക്കണം. ഇപ്പോൾ തന്നെ ലോസ് അടിച്ച് ഭയങ്കര ഷോക്കായി. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാച്ച് കൂടെ കളിച്ചിട്ട് നമ്മൾ വീഡിയോ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ കട്ടൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഗോൾ അടിക്കുമെന്ന് അറിയില്ല. ഗോൾ അടിക്കുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ സെറ്റായിട്ട് കാണിച്ചു തരാം. ഫുൾ ഗെയിം പ്ലേ കാണിക്കില്ല. ഫുൾ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ കാണിച്ചു തരാം. ഓക്കെ, അവന്മാർ ഫസ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ക്യാമ്പിലെങ്കിൽ ചെറിയൊരു പേടിയുണ്ട്. പഴയ കാർഡല്ലേ ഈ ഫുട്ബോൾ. ക്യാമലൊക്കെ അടുത്തിട്ട് വന്നിട്ടില്ല. ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിഫൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ചെറിയൊരു പേടി. ബാക്ക് റൈക്കാർഡ് ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും മാൽദീന ഉണ്ടെങ്കിലും ചെറിയൊരു പേടി. ഓക്കെ, അവന്മാരെ നമുക്ക് പന്ത് തന്നെയല്ല. മെസ്സി ബാറ്റിസ്റ്റൂട്ടാണ് ചെറിയൊരു പേടിയുണ്ട്. ഓക്കെ, ബെല്ലറ്റ് ക്രോസ് എടുക്കണം. ആരത് ക്യാമ്പല് നൈസറ. പിർലോയുടെ കാർഡ് സീൻ കാർഡ് കേട്ടോ, ലെജൻഡ് കാർഡ്. അത്യാവശ്യം കുഴപ്പമില്ല. പാസ് ചെയ്യാൻ അത്യാവശ്യം ഫസ്റ്റ് തന്നെ മിസ്. അത് ഈ പ്ലേയേഴ്സ് ഓടത്തില്ലടാ, അതാണ് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ. ലെജൻഡ് പ്ലെയർ അല്ലേ, അപ്പോൾ സ്പീഡും പരിപാടിയൊക്കെ കുറവായിരിക്കും, സ്റ്റാമിന കുറവായിരിക്കും. ഓക്കെ, റൂമി നൈസറാണ്. ഇത് ഗോൾ അടിക്കണേ റൂമി. ഓക്കെ, നൈസ് ഫേക്ക് ഇട്ടാലോ, ക്രോസറൊക്കെ റൊണാൾഡോ മിസ് അടി. അവന്മാരുടെ അറ്റാക്കാണ്. ഓക്കെ, മെസ്സി ദൂരെ വിളിച്ചടിക്കാനാണ് മെസ്സി. ലോങ് റേഞ്ച് പീറ്റർ ചെക്ക് ഫുൾ ഫോം ആട്ടോ. മുലവർക്കാനാണ് ചിലപ്പോൾ ഗോൾ കയറിയത്. പീറ്റർ ചെക്കാണ് ചെറിയൊരു വിശ്വാസമുണ്ട് പിടിക്കുമെന്ന്. അതും ഫുൾ ഫോമാണ്. അപ്പോൾ ഗോളൊന്നും അടിച്ചാലും കയറാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ത്രോയാണ് ലോങ്. റൂമിയാണ് എനിക്ക് ചെറിയൊരു വിശ്വാസമുള്ളൂ. റൂമിയോ റൊണാൾഡോ എനിക്ക് ചെറിയ വിശ്വാസമുള്ളൂ. പിന്നെ ക്രൈഫ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കാർഡിന്. ഓവനെ നമുക്ക് സെക്കൻഡ് ഹാഫ് ഇറക്കി നോക്കാം. ഓവൻ്റെ കാർഡ് അത്യാവശ്യം നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഗുള്ളിറ്റ് സീൻ കാർഡ്. ഗുള്ളിറ്റാണ് ബെസ്റ്റ് പ്ലെയർ. ഈ സ്ക്വാഡിലെ ബെസ്റ്റ് പ്ലെയർ ഗുള്ളിറ്റ് റൂമി. ഗിൽബർട്ടോ സിൽവ ആങ്കറിങ് ഇട്ട കാരണം അത്യാവശ്യം ബാക്കിലോട്ടൊക്കെ ഇറങ്ങി വരണ്ട്. മിഡ് തന്നെ നിൽക്കുന്നുണ്ട്. കയറി വരണ്ട, അത് മതി. അല്ലെങ്കിൽ തന്നെ ബാക്കില്ല. ഓക്കെ, ഓക്കെ, റൊണാൾഡോ നൈസ് കേളടി. നമ്മുടെ കോർണറാണ് പിർലോ. നൈസ് പിർലോ അടിക്കട. റൊണാൾഡോ മാത്രമുള്ള ഹൈറ്റ് ഉള്ളത്, അതാണ് ചെറിയൊരു ഇത്. ഓക്കെ, ഗുള്ളിറ്റ് അടിക്കട. അവന്മാരടിക്കത്തില്ല. ഗുള്ളിറ്റൊന്നും ഫിനിഷിങ് കേളും സ്റ്റണ്ണിങ് കൊടുത്താൽ സെറ്റപ്പായിട്ട് കയറും. നോർമൽ ഷോട്ട് കയറത്തില്ല. ഓക്കെ, അവന്മാർ അറ്റാക്കാണ് മെസ്സി. ചെറിയൊരു പേടിയുണ്ട്. ഓക്കെ, ബാറ്റിസ്റ്റൂട്ടാണ്. അതാരത്? ഓക്കെ, സാബി അലൻസോയോ. എൻ്റെ അവന്മാരടിച്ചിട്ടാ കംബാക്ക് അടിക്കുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അത്യാവശ്യം നല്ല കളിക്കണമുണ്ട്. സാബി അലൻസോടെ അടിച്ചാ മിഡ് കിടക്കണവനാണ് CF എന്ന് അടിച്ചിട്ട്. സെലിബ്രേഷനാ. നോ കംബാക്ക് എന്ന് എനിക്ക് തോന്നണം. മാക്സിമം ഡ്രോ എങ്കിലും പിടിക്കാൻ നോക്കാം. മാക്സിമം ലോസ് ഒഴിവാക്കാൻ നോക്കാം. ഓക്കെ, നെയ്മർ അടിക്കും. ബ്ലിച്ച് കേരള പീറ്റർ ചെക്ക് ചുമ്മാ സാധനം അവൻ ബ്ലിച്ചല്ല അടിച്ച. ഓക്കെ, നൈസ്. എന്തായാലും കയറി. ഓക്കെ, കയറിയില്ല, അത് ഭാഗ്യം. ഓക്കെ, ഗുള്ളിറ്റ് നമുക്ക് എന്തായാലും സബ് ഇറക്കണം. സബ് ഓവനെ ഇറക്കി നോക്കാം. റൊണാൾഡോക്ക് ഒരു ഓവനെ ഇറക്കാം. ക്രൈഫിനെ ഇറക്കാനുണ്ട്. പിന്നെ നമുക്ക് ജെറാഡ്, പിന്നെ നമ്മുടെ ബെക്കാമിനൊക്കെ ഇറക്കണമെങ്കിൽ ഇറക്കാം. ക്രോസ് സ്പാം ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്രൈഫിനെ ഇറക്കാം. പിന്നെ ഓവൻ അല്ലെങ്കിൽ ജെറാഡിനെ ഇറക്കണം. ഓക്കെ, ജെറാഡ് ഇറക്കട്ടെ. എനിക്കറിയാം ഞാൻ നെക്സ്റ്റ് കളി 4-2 ആക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഓരോ കളി ഓരോ ഫോർമേറ്റ് സെറ്റ് ആക്കാൻ നോക്കാം. ഓവൻ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ കളിനെ 4-2 ആക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് പ്ലേയേഴ്സ് കിടക്കണത്. ഗുള്ളിറ്റ് AMF കളിക്കും, ജെറാഡ് AMF കളിക്കും, ക്രൈഫ് നമുക്ക് SSO CF ഇടാൻ പറ്റും. ഓവർ പിന്നെ CF. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കംബാക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. ഓവനൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും അവന്മാർ പന്ത് തരണില്ലടാ. ഓക്കെ, ദുബൈ നൈസായിട്ട് ഒരു 1 ഗോൾ ലീഡും ഉണ്ടല്ലോ. ഓക്കെ, ഗിൽബർട്ടോ സിൽവ ഓവൻ നൈസറാണ്. ക്രൈഫ് ഓവൻ അടിക്കട മുത്തേ. ഒലിവർ അല്ല, ഓവനെ മൈക്കിളോനെ പോയി കഴിഞ്ഞു. നടന്നില്ല. ഞാൻ വിചാരിച്ച് ത്രൂ ഇടുമ്പോൾ ക്രൈഫ് ഒന്ന് ചാടി ഓടി അടിക്കുമോ, നടന്നില്ല. എന്തായാലും നോക്കാം. അത്യാവശ്യം ഓവൻ റൺ എടുക്കുന്നുണ്ട്. ഒക്കെ എന്തായാലും കംബാക്കല്ല 1-1 ആക്കാൻ പറ്റുമോ നോക്കാം. ഇനി ഗോൾ അടിക്കാതിരുന്ന. ഓക്കെ, ഓവൻ ക്രൈഫ് ഓവൻ വെക്കടാ. നൈസ് സാധനം
ഇതെന്തുവാണ് അത് അവന്മാർ എടുക്കാറെന്നൊക്കെ ഓഫ്ലൈൻ പോയി തോന്നണം. എന്തായാലും അവന്മാർ ഏകദേശം കളി തീരാറായിട്ടുണ്ട്, 2-0 തോക്കാറായിട്ടുണ്ട്. അപ്പോൾ തോറ്റു ഒന്നും പറയാനില്ല. ഫസ്റ്റ് മാച്ച് തന്നെ 2 ലോസ് അല്ല 2-0 ലോസ് അടിച്ച്. അപ്പോൾ ഡിവിഷൻ 4 ആവോ? 4 ആവില്ല, മൈനസ് അല്ല ആവുള്ളൂ. നെറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട്. ഒപ്പോട്ട് GG കളി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മാച്ച് തന്നെ തോറ്റ്. സെക്കൻഡ് മാച്ച് കളിച്ച് ജയിപ്പിച്ച് ഡിവിഷൻ 1000 ഡിവിഷൻ 4 ആവില്ല 1788. അത് കംബാക്ക് അടിക്കാൻ പറ്റും. നെക്സ്റ്റ് മാച്ച് നോക്കാം. ഓക്കെ, സെക്കൻഡ് മാച്ച് ഒപ്പോണന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറെ മാറ്റം കാര്യമൊന്നുമില്ല, നേരത്തെ ഇട്ടുപോലെ തന്നെ ഇട്ടേക്കുന്ന സെക്കൻഡ് ഹാഫ് ഓവനൊക്കെ ഇറക്കുക, അതൊക്കെ സെറ്റാണ്. ജയിച്ചാൽ മതിയായിരുന്നെങ്കിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഓവനെ സെറ്റാക്കിയാലോ. ഓവനൊക്കെ ഇറക്കി, ഓവനെയും നമ്മുടെ ക്രൈഫിനൊക്കെ ഇറക്കി 42 പീറ്റർ ചെക്ക് ഫുൾ ഫോം ഒക്കെ എന്തായാലും ഓവനെ ഇറക്കാം. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ റൊണാൾഡോ ഇറക്കാം. ഓക്കെ, ഈ ഫോർമേഷൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത കളി 42 തന്നെ ഇടും. ഓക്കെ, പിർലോനെ മാറ്റണോ? പിർലോനെ മാറ്റിയിട്ട് വേറെ ഒരുത്തിന് ഇറക്കിയാലോ? പിർലോ CMF സെറ്റാവുന്ന എനിക്ക് അറിയത്തില്ല. ഒക്കെ ഒപ്പമുണ്ട്, കുഴപ്പമില്ലാത്ത സ്കോഡ് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ നേരത്തെ ഗിൽബർട്ടോ സിൽവയ്ക്ക് ഡീപ്പ് ലൈൻ കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ആങ്കറിങ് തന്നെ കൊടുക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ട. കാരണം ഡീപ്പ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ മിഡിൽ നിന്ന് ബാക്കിലോട്ട് നല്ല ഇറങ്ങി വരും. അതിന് മേലെ ആങ്കറിങ് കൊടുക്കുകയാണെങ്കിൽ മിഡ് അങ്ങ് കൺട്രോൾ ചെയ്ത് നോക്കാം. മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ജയിച്ചാൽ മതിയായിരുന്നു ഈ കളിയെങ്കിലും. ഓക്കെ, ആദ്യം തന്നെ അവന്മാരുടെ അറ്റാക്കാണ്. ഓക്കെ, റൊണാൾഡോ നൈസ് സാധനം, എൻ്റെ അമ്മ കയറി പീറ്റർ ചെക്ക്. അതാ ഫസ്റ്റ് തന്നെ അവന്മാർ ഗോൾ അടിച്ചടാ. രണ്ടാമത്തെ ലോസാണ് ഞാനിപ്പോൾ കാണാൻ പോണേ. ലോസ് അടിക്കല്ലേ, ഡ്രോ പിടിക്കാൻ നോക്കാം. കംബാക്ക് അടിക്കുമായിരിക്കൂലേ? അടിക്കും. ഓവനൊക്കെ ഇറക്കി, ഫസ്റ്റ് ഹാഫിനെ ഇറക്കിയിട്ടുണ്ട്. കംബാക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. ഓവന് അവന്മാർ തന്നത്തില്ലല്ലോ, കാലോട്ട് പന്ത് തന്നെയില്ലല്ലോ. റൊണാൾഡോയുടെ അസിസ്റ്റ് സീന്. ഓക്കെ, പിർലോ. ഓക്കെ, ഓവൻ അടിക്കടാ. ഓക്കെ, വിയേറ, ഓവൻ. ഓക്കെ, നമ്മുടെ റൂമി, ഓവൻ ഓഫ് സൈഡ് ആയടാ. ഓക്കെ, തൂറാം. ഓക്കെ, അവന്മാർ എടുക്കുമ്പോൾ ഇതുവരെയായിട്ട് അടിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഗുള്ളിറ്റ്. ഓക്കെ, വിയേറ നല്ല ബിൽഡപ്പ് ചെയ്ത് അടിക്കാൻ സെറ്റായിരിക്കും. ഓവൻ. ഓക്കെ, റൂമിനിങ്ങ. പിർലോ ടു ഗുള്ളിറ്റ്. പിർലോക്ക് തന്നെ വെക്കുക. പിർലോ ലെറ്റ്സ് ഗോ. റൂമിനിങ് നൈസാണ്. റൂമി അടിക്കുക. വാ പോയി കോർണർ. ഓക്കെ, റൂമി വീഡിയോ എടുത്തിട്ടുണ്ട്. പിർലോ അടിച്ച കത്രോള് 1-1 ആയിട്ടുണ്ട്. മാക്സിമം ലോസ് അടിക്കാൻ നോക്കാം. ഒരു കൂടെ അടിക്കുക, തീർന്ന്. ഇപ്പോൾ ഡ്രോ എങ്കിലും പിടിക്കാൻ നോക്കാം, വിൻ അടിക്കാൻ മാക്സിമം നോക്കാം. ഇനി ഞങ്ങൾക്ക് ഡ്രോ കളയാൻ നോക്കാം, ലോസ് ആവാൻ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഡ്രോ ആണ്, ആ സീനില്ല. ഓക്കെ, മൈക്രോവൻ ഡ്രോ എങ്കിലും മതി, കാരണം ഫസ്റ്റ് മാച്ച് തോറ്റല്ല. ഓക്കെ, ഓവൻ. ഓക്കെ, നൈസാണ്. റൂമിനിങ് അടിക്കണം. ആ കത്രോള് തൂക്കേറി റൂമിനിങ്ക. ഓക്കെ, ലെറ്റ്സ് ഗോ. ആ കത്രോള് റൂമിൽ ലോങ് അടിച്ച ഷുവർ ഗോളാണ്. ഞാൻ അടിക്കാത്തതുകൊണ്ടാണ്. അധികം റൂമിനെ വെച്ച് സ്റ്റണ്ണിങ് ലോങ് റേഞ്ച് കൊടുക്കാറില്ല. ഞാൻ ഗുള്ളിറ്റിന് വെച്ചാണ് സ്റ്റണ്ണിങ് ലോങ് റേഞ്ച് അധികം കൊടുക്കാറ്. ഓക്കെ, എന്തായാലും 2-1 ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഹാഫ് തന്നെ 2 ഗോൾ അടിച്ചാൽ നൈസാണ്. മാക്സിമം പിന്നെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ടു 1200 1200 എന്തോ കയറും. ഓക്കെ, നല്ല ബിൽഡപ്പ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ ഗോൾ അടിക്കാൻ പറ്റുന്നു. ബിൽഡപ്പ് ചെയ്ത് പന്തൊന്ന് ഹോൾഡ് ചെയ്ത് മാക്സിമം നോക്കുകയാണെങ്കിൽ മാക്സിമം ഗോൾ അടിക്കാൻ പറ്റും. ഓക്കെ, ഓവൻ. പിർലോ പാസ് ചെയ്യും. പിർലോ കൊണ്ട് മാൽദീനി ഒരു ക്രോസ് ഇട്ട് ഗോൾ അടിച്ചാൽ. ഓക്കെ, മാൽദീനി ഫേക്കറിനോ. ഓക്കെ, കറക്കി അടിക്കുക. വിയേരക്ക് വെക്കുക. ഓക്കെ, വിയേര ഗുള്ളിറ്റ് ലോങ് റേഞ്ച് അടിക്കുക. കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് ഏകദേശം തീരാറായിരുന്നു. വിയേര ഒരു ലോങ് റേഞ്ച് അത്രയുള്ളൂ അടിക്കുക. അത് പോയില്ല. കുറച്ച് റൺ എടുക്കുകയാണെങ്കിൽ കയറിയാലൊക്കെ. ഫസ്റ്റ് ഹാഫ് ഏകദേശം തീർന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എങ്കിലും ഈ ലീഡ് പിടിച്ചിട്ട് മാക്സിമം വിൻ അടിച്ചിട്ട് ബാക്ക് ടു 1200 സംതിങ് അടിക്കാൻ നോക്കാം. ഓക്കെ, നേരെ തൂക്കേറ് ടു റൂമിനിങ്ക. ഓക്കെ, സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ തൂക്കേറ് ഗോൾ അടിച്ചതാണ്. അപ്പോൾ അങ്ങനെ തന്നെ പ്രാവശ്യം ഗോൾ അടിക്കാൻ നോക്കാം. ഓക്കെ, മാൽദീനി. പിർലോമാർ നൈസ് ഡിഫെൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, വിയേര. ഓക്കെ, പിർലോ നൈസ് പാസ് അടിച്ചാൽ ഗോൾ അടിക്കാൻ പറ്റും. ഓക്കെ, ആരാണത്? ഓക്കെ, സലാഹാണ്. അതൊക്കെ മുഹമ്മദ് സലാഹ് വിളിച്ചടിക്കാൻ അടിച്ചവന്മാരെ ആ ലീഡും കളഞ്ഞ് ഡ്രോ ആക്കി 2-2 ആക്കി. എനിക്ക് ഒരു ഗോൾ കൂടെ അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തോ ലക്കിന് കയറിയതാണ് രണ്ടാമത്തെ ഗോള്. ഇപ്പം നോക്കാം, ഒരുപാട് അടിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും 2-2 53 മിനിറ്റ്. മാക്സിമം പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാൻ പറ്റും. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, മാൽദീനി, വിയേര ടു ആരാണ്? മൈക്ലോവൻ. റൂമിനിങ് അടിക്കട. അത് അടി വന്നെങ്കിൽ ഷുവർ ഗോളാണത്. പ്ലസ് സ്റ്റണ്ണിങ് ആണത്. ഓക്കെ, വീണ്ടും മാൽദീനി ക്രോസ് ഇടാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, വിയേര കിട്ടത്തില്ല. ഓക്കെ, ഓവൻ നൈസറ. ഓക്കെ, റൂമിനിങ് ടു ഗുള്ളിറ്റ് ടു റൂമി. എഗെയിൻ സ്റ്റണ്ണിങ് അടിച്ചാലും ഇവിടെ നിന്ന് അടിച്ചാലോ. ഓക്കെ, കട്ട് ചെയ്ത് അടിക്കാൻ പറ്റുമോ? ഓക്കെ, കിട്ടിയല്ല. അതായത് കട്ട് ചെയ്തിട്ടങ്ങ് അടിക്കാതെ ഫേക്ക് ഇട്ടിട്ട്. ഓക്കെ, ആൽബർട്ട് ഫെറേറോ. റൂമി ക്രോസ്. മൈക്ലോവൻ പുറത്തോട്ട് പോയി. അപ്പോൾ ഒരു കോർണർ കിട്ടി. എന്തായാലും റൊണാൾഡോനെ കൊണ്ടുവരണം, പിന്നെ ക്രൈഫിനെ കൊണ്ടുവരണം. റൂമിനെ മാറ്റിയിട്ട് വേറെ ആരും കൊണ്ടുവരാം? ക്രൈഫ് AMF ഇട്ട സെറ്റായിരിക്കും. പിന്നെ വേറെ ആരും കൊണ്ടുവരാം? റൂമിനെ മാറ്റണോന്നാണ് എനിക്ക് ഡൗട്ട്. റൂമിനെ മാറ്റാതെ വേറെ ആരും ഇല്ല റൂമിനെ മാറ്റിയിട്ട് ഇറക്കാൻ. അല്ലെങ്കിൽ പിന്നെ വേറെ ആരും ഇല്ല. കൊള്ളറിനൊക്കെ ഇറക്കി വെക്കാൻ വെച്ച് ക്രോസ് പാം ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ക്രോസ് പാം ചെയ്യാം. ഓക്കെ, ഡിവിഷൻ 3 ആണ്, അതുകൊണ്ട് ചെറിയൊരു ഷോക്ക് ഉണ്ട്. റൂമിനെ മാറ്റിയിട്ട് വേറെ ഇറക്കാൻ ആരും ഇല്ല.
ഓക്കെ, എന്നാൽ റൂമിനെ ഇറക്കി ഇനിയസ്റ്റ് ഇറക്കിയിട്ട് ക്രൈഫിനെ എസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വീണ്ടും റൊണാൾഡോ ഗുള്ളിറ്റ്. ഓക്കെ, ഗിൽബർട്ടോ സിൽവ ആങ്കറിങ് കൊടുത്തു എന്ന് പറഞ്ഞ ഇയാൾ കയറി വരല്ലേ. ഓക്കെ, വിയേര നൈസറാണ്. ആൽബർട്ട് ഫെറർ അത്ര ഉള്ള ക്രോസ് അടിച്ച് ഗോൾ അടിച്ച റൊണാൾഡോ സീനായിരിക്കും ആൽബർട്ട് ഫെറർ. ഓക്കെ, റൊണാൾഡോ ഇനിയസ്റ്റ CMF കിടക്കണ ഇനിയസ്റ്റ വന്ന് ഹെഡ് അടിച്ച് റൊണാൾഡോക്ക് റൊണാൾഡോ കിടക്കണേ. ആരെയും ഗോൾ അടിച്ചില്ല. അത് നമുക്ക് 3-2 ആയിട്ട്. അപ്പോൾ എന്തായാലും വിന്ന് ഉറപ്പിക്കാം. 88 മിനിറ്റ് കുറച്ച് കണ്ട് പിടിച്ചെന്ന് എന്തായാലും വിന്ന് ഷുവറായിട്ട് അടിക്കാൻ പറ്റും. ഓക്കെ, അടിച്ചിട്ട് കാര്യമില്ല പാട്ട്, എന്നാലും അടിച്ചാൽ സീനാണ്. 1200 ഇപ്പോൾ ഗോൾ കയറിയത്. അപ്പോൾ 1200 സംതിങ് ആവത്തുള്ളൂ. ഫസ്റ്റ് എന്നാൽ ലോസ് അടിച്ചാൽ അതാണ് ഷോക്കായി പോയത്. ഫസ്റ്റത്തെ ഒരു ഡ്രോ അടിച്ചിട്ട് ഇത് വിന്നാണെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടായില്ല. അപ്പോൾ എന്തായാലും മാച്ച് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് മാച്ച് സക്സസ്ഫുള്ളി വിന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിവിഷൻ 1 അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കളിപ്പിച്ചിട്ട് ഒന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ കുറേ ലോസ് അടിച്ച ഡിവിഷൻ 1 അടിക്കാൻ പറ്റും. പക്ഷേ എന്നാൽ നമ്മൾ മാക്സിമം ലോസ് കുറച്ച് ഡിവിഷൻ 1 അടിക്കാൻ പറ്റും നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് എനിക്ക് ഡിവിഷൻ 1 അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴേക്കും ഞാൻ ഒരു ഡിവിഷൻ 1700 മേളിൽ എന്തായാലും അടിച്ചിരിക്കും. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് എനിക്ക് ഡിവിഷൻ 1 അടിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കി. ഇപ്പോൾ തന്നെ ഒരു ലോസ് വന്നിട്ടുണ്ട്. ലോസ് പിന്നെ സീനില്ല, മാക്സിമം ലോസ് കുറച്ച് അടിക്കാൻ പറ്റുമോ നോക്കാം. ലോസ് എന്തായാലും വരും. ഈ സ്ക്വാഡും വെച്ചാണ് റാങ്ക് പുഷ് ആക്കുന്നത്. അപ്പോൾ ലോസ് നമ്മൾ കാര്യമാക്കാതെ കളിച്ചാലാണ് സെറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ 4-2 ആയിരിക്കും മെയിൻ ഫോർമേഷൻ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടവരെ ലൈക്ക് ചെയ്യുക, സബ് കാനൊക്കെ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ സ്ക്വാഡിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് എന്തായാലും റൂമിനിങ് പിന്നെ ഗുള്ളിറ്റാണ് ബെസ്റ്റ് കാര്യം എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ.